ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ 48 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറ്റി അക്ബർ ടോംബ് പറഞ്ഞ സ്ഥലത്തേക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എന്തുകൊണ്ട് സംഭവം ഉണ്ടായത്, എന്താ നമ്മൾ പോയതിന് ടൈം വൈകി. 5:00 ടിക്കറ്റ് കൗണ്ടറും അടക്കും, പിന്നെ 6 മണി വരെ അവിടെ വിസിറ്റ് ടൈമുള്ളൂ. നമുക്ക് അവിടെ എത്താൻ അരമണിക്കൂർ ഓടിക്കും. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയപ്പോൾ നാളെ ഇപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഫുഡ്, നമ്മൾ റൂമിലത്തെ ആൾ പറഞ്ഞത് ഫുഡ് കഴിക്കണം എന്നുള്ളത്. മനോജിൻ്റെ ചായക്കട എന്നാണ് പറഞ്ഞത്. മലയാളിയാണ് നമുക്ക് റൂം സെറ്റാക്കി തന്നെ, ഇവിടെ അൺലിമിറ്റഡ് ഫുഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ ചായക്കട. ഇനി നാളെ നമ്മൾ താജ്മഹലിൽ പോവും. അങ്ങനെ खाना खाएगा ठीक है ठीक है. ഇത് പോലീസ് സ്റ്റേഷനൊക്കെ അതാ കാണുന്നത്. പോലീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ എന്തോ ചെറിയ അമ്പലമൊക്കെയാണ് അത്. ഇതാണ് ആഗ്രഹിച്ച തെരുവ്. ബാക്കിയുള്ളവരൊക്കെ റൂമിലായിരുന്നു. ഞങ്ങൾ കുറച്ചാൾക്കാരെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് ആരിഫും നാസിഫും ഷഹീലും അബ്ദുള്ളയും ജാഫറും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റൂമിലാണ്. ഗണ്ണുണ്ട്. തെരുവിലൂടെ നമുക്ക് നടന്നു നോക്കാം. നമ്മൾ 300-400 रुपये रोज. सैंडल छोड़े फिक्स नहीं, फिक्स रेट है. एത്ര 150 रुपया. चप्पल 100 रुपया. 100 रुपया. ऑफर ना, ऑफर ग्लाइसिंग ऑफर, ग्लोसी ऑफर. कितना नंबर आता है? साइज 6. हाँ बागा. നമ്മളവിടെ അവിടുത്തെ മാതിരി ചെറിയ അവിടെ മാതിരിക്കുള്ള ഷോപ്പുകളല്ല, ഇവിടെ ചെറിയ ഇങ്ങനത്തെ കടകളാണുള്ളത്. പെരുന്നാളിൽ ഓഫർ വാങ്ങി 1200. ഇവിടെ ഇവിടെ അവിടെ എന്തൊക്കെയുണ്ടാ, ട്രൈ ചെയ്ത് നോക്കണ. നാസിഫ് എടുത്തതിൽ ഓഫർ 1200. അത്ര 1250. പക്ഷെ ഇവിടെ 100ാമത്തെ കോപ്പി ഇവിടെ 250. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണ. ഓരോന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് പോവാം. ഓംപ്ലേറ്റ് കിട്ടുമോ? ഈച്ച മാറണല്ലോ, നല്ല ഉള്ളൂ. ഇവിടെ വല്ല മലയാളി ഹോട്ടലും ഉണ്ടാകും. ഇതിലൊക്കെ പാലം പണിയാണെങ്കിൽ അത് അടച്ചിടും. ഇവിടെ അങ്ങനൊന്നുമില്ല, നൈസാക്കി അവിടെ പാലം പണിയതാ. യാത്രക്ക് സഫർ എന്നല്ലേ പറയാ. ഓല ഹിന്ദി വേറെ ആയിരിക്കും. എന്തെങ്കിലും ട്രൈ ചെയ്യാ. പാനിപൂരി കഴിക്കാം. ഒരു പാനിപൂരി കഴിക്കാം. ഒറ്റൊന്ന് ട്രൈ ചെയ്യാം, ഒറ്റൊന്ന്. എങ്ങണ്ടോ एक प्लेट कितना है? 20 का. 20 रुपये. एक प्लेट में कितना पानी पूरी है? ये 8 आएगा, ये 6 आएगा. 8. 8 ओके ठीक. 1 രൂപ ഒരു പ്ലേറ്റിനല്ലേ? एक प्लेट 20 रुपये. हाँ, एक प्लेट में 8 पीस. 8 पीस है. 8 पीस. 8 में 8 पीस है. 2 प्लेट देना.
क्या प्लेट देना है? 3 प्लेट है 3 प्लेट 3 प्लेट എടാ ഒരു പ്ലേറ്റിൽ 8 അല്ലേ? हाँ एक प्लेट में 8 इसमें और ഓ ഓ एक प्लेट एक प्लेट क्या प्लेट है ഇല്ലെങ്കിൽ ഓൾ 20 റുപ്യക്ക് എത്രയെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾക്ക് ആദ്യം കൊടുക്കണം. ആ ട്രൈ ഒന്നല്ല. ആ അതന്നെ ഒരു പ്ലേറ്റിന് 20 റുപ്യാണ് തിന്നല്. കഴിക്ക് കഴിക്ക്. അതിക്കണ്ട എത്തിയപ്പോ എന്താ മാരിക്കുണ്ട് കഴിച്ചോ? എടുക്കുന്നത് നില അതിന് പൊട്ടുന്നുണ്ട്. അത് കുറച്ച് കഴിച്ച്. മാറ്റിക്കൊണ്ട് എത്തിയപ്പോ എന്താ മാരിക്കുന്നുണ്ടോ? കഴിഞ്ഞില്ലേ? 8 അപ്പൊ വേണമെങ്കിൽ സാധനം എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും മേടിക്കാം. പെപ്സിയോ സാധനപ്പോ അങ്ങനെ എന്തെങ്കിലും. അജു കഴിച്ചാ? കുഴപ്പമൊന്നുമില്ല ഗായ്സ്. നമ്മുടെ നാട്ടിലുള്ള മാതിരിക്ക് കയ്യിലിട്ട് കണ്ടല്ല അയക്കിട്ടുണ്ട്. അയാൾ ഡയറക്റ്റ് കഴിക്കാനെ മുക്കിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലാടാ ഇതെങ്ങനെ കുഴക്കണ നോക്കുക. इधर आ जाओ आप लोग मेरे साथ. हाँ फ्रंट करो. നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. ബൈ ബൈ. ആ ബൈ ബൈ. इंक्वायरी 30 ഒരു 30 പറ്റേ. അല്ല വേണ്ട 20 ഒറ്റ നോക്കി നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. ആ 20 പ്ലേറ്റ് एक प्लेट और टेस्ट अंदो इच्छा हम केरला से അവൻ പൊലിപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തരൂല. ഇവിടെ വൃത്തിയുണ്ട് സാധാരണ ഇവിടുത്തെ പല്ലൊക്കെ പുളിങ്കൂരിൻ്റെ അരി ഉണ്ടാവും. ഇവിടുത്തെ പല്ലൊക്കെ വെള്ളമ്മ കൊടുത്തു. ഉള്ളി വേണ്ട. ഉള്ളി നെഹി ഉള്ളി കഴിച്ച് പള്ളി പോകാൻ थोड़ा जास्ती है ये थोड़ा जास्ती हम केरला से यू आर बिग फैन है. ഇന്ന് കൊൽപ്പിച്ചാളി. പക്ഷെ ഞങ്ങൾ ഇതുവർക്ക് തരുള്ളൂ. तीन नहीं ए क्या है അത് വേണ്ടല്ലേ നമുക്ക് ഈ ടേസ്റ്റ് തന്നെ തിന്നാം. രസമുണ്ടാ? ചൂട് നല്ല ചൂടുണ്ടാ? ए नाम क्या है? जस्ट नूडल्स. കുഴപ്പമില്ല. അച്ഛാ अच्छा है.
നല്ല സ്പൈസി ഉണ്ട് അല്ലേ? അജി ട്രൈ ചെയ്തില്ല? ഇല്ല വേണ്ട. അയച്ചോളാം. എടാ നമ്മളെ റൂമിൽ വൈഫൈ ഉണ്ടോ? അല്ലടാ ജസ്റ്റ് ഒരു വൈഫൈ വേണം. അമ്മ ഇനി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. ये 21 पीस पोटैटो रहता है अंदर. ഇതോടാ ടീസ്പൂൺ നൂടുണ്ടായിരുന്നല്ലോ. നീ ജസ്റ്റ് ഇത് പറഞ്ഞു നോക്കണോ? ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. एक पोटैटो रहता है. पोटैटो नूडल्स ऑनियन नमकीन सब लगा के. കുഴപ്പമില്ല. ഇത് രസമുണ്ട്. കുഴപ്പമില്ല. നമുക്ക് പാനിപൂരി അത്ര പറ്റിയിട്ടില്ല. കൈയിട്ട് മുക്കലേനു. अच्छा बहुत अच्छा है. बहुत अच्छा. ഇതിനാ പാട്ട് ഇല്ല. ആഗ്രഹിച്ച ബാർബർ ഷോപ്പ് ഇതൊക്കെ കിട്ടുമോ? ബാർബർ ഷോപ്പ് ഇതാ. हम केरला से. വാ പിള്ളേര് ഇത് കുറച്ച് മുന്നേ പറയണ്ടേ? ആഗ്രഹിച്ച പെണ്ണുങ്ങളെ കണ്ടു. ആഗ്രഹം ട്രാക്ടർ വരുന്നുണ്ട്. ഹായ്. വള്ളിയാവൂലേ? ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ല. എടാ ബൂട്ട്സ് അത് ചിലപ്പോ 100-നൊക്കെ ഉണ്ടാവും. പോവാ. പോണ ടൈമിൽ പറഞ്ഞോളൂ 100 റുപ്യ എന്ന് പറഞ്ഞാളി. ഞാനിപ്പോൾ നാണം കെടാനൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡാണ്. അല്ല ഓല് പറഞ്ഞ റേറ്റ് എത്ര? ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കടയിൽ പോകാൻ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വാങ്ങാം. പിന്നെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് കാണുമ്പോൾ റിഗ്രറ്റ് ആവരുത്. അവൻ എല്ലായിടത്തും വേണമെങ്കിൽ കറങ്ങിൻ്റെ ശേഷം വാങ്ങാം. ലാസ്റ്റ് വാങ്ങാം. ഇവിടെ എത്താം. എടാ അവിടെ ഒരു തെരുവാണ് കേട്ടോ. മാസ്ക് എടുക്കാൻ ഇങ്ങോട്ട് പോണോ അതോ ആണ്ട് പോണോ? നോക്കിയാ അതാ മാർക്കറ്റ്. അന്ന് നീ ഇങ്ങോട്ട് നോക്കേ. കണ്ടാ നോക്കിയതും കൂടി ഇല്ല.
എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ ചെക്കനാ നമ്മളെ നോക്കണം. അതാ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹത്തെ മാർക്കറ്റ് ഇതല്ലേ ഓർഡർ എടുക്കുക. ഫോൺ അവിടെ മറന്നു വെച്ചിട്ടില്ലല്ലോ. वाटरमेलन किधर कितना है? 30 रुपये के जी है. बार्गेन होती है. എന്താ വിലാന്ന് പച്ചാളി എന്താ വിലാന്ന് അതല്ലേ എന്താ വിലാന്ന് ആഗ്രയിലെ ചെറിയൊരു മാർക്കറ്റാണിത്. അപ്പം ഇവിടെ ആരെങ്കിലും മലയാളീസ് ആരെങ്കിലും ഉണ്ടാവും ചോദിച്ചോക്കാം. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലില്ലടാ. നമ്പർ പ്ലേറ്റും കൂടി ഇല്ല. ആ പച്ചക്കറിയാ. പോവാ അപ്പൊ അപ്പുറത്ത് പോയാ ഓനെ അല വിൽക്കേണ്ട ആളല്ല. കക്കരിക്ക എങ്ങനാ? ഓടാ പൊട്ടാർന്ന് വന്നേ. അയ്യോ ഇത് മാർക്കറ്റ് തന്നെ അല്ലേ? എടാ ഇത് ട്രൈ ചെയ്യണോ? നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്താ? നമ്മള് കഴിച്ചു നൂഡിൽസ് പാനിപൂരി ഒക്കെ ഒന്നിച്ച് ഇതാക്കിയാണ് ചെറിയ ചെറിയ ടേസ്റ്റ്. ഇതാ ഫ്ലിപ്പ് ഇതാ कितना है? नहीं चाहिए. 100 नहीं चाहिए. आगे मिलेगा 100. ओके 100 ആണ്ട് പോവാന്. നമ്മളെ നാട്ടിലെ സീനത്താണ്. ഇവിടെ ചോദിച്ചോണോ? കുർത്തതടാ 100 രൂപയ്ക്ക് കുർത്ത കിട്ടണം. ആ ഞാൻ 100 രൂപയ്ക്ക് കിട്ടാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യാ ഡ്രസ്സ് കാണാൻ വേണ്ടിട്ട്. ഗ്ലൗസാ? അയ്യോ ആ അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഇതിൽ കൂടി പുറത്തു പോകണോ? ഇതികൂടി പുറത്തു പോവാ. ഇതികൂടി പുറത്തു പോവാ. ആയിക്കോട്ടെ. അയ്യോ പോലീസ്.
എടാ ഇവിടെ ഫുഡ് കോർട്ടുകളൊന്നും ഇല്ലടാ. ആ ഡ്രസ്സാ ജീൻസാ ഓ ഫുള്ള് സ്കിന്നി ആയിരിക്കും. ആ ആ ഓലും ഇങ്ങോട്ട് ഉള്ളിൽ എത്തിയില്ലല്ലോ. അതെന്തിനാ അങ്ങനെ പോകുന്നപ്പോ? അടുത്ത് ബ്രെഡ് ഓംലേറ്റ് ആണ് നമ്മൾ കഴിക്കാൻ പോണേ. പോട്ടെ ब्लॉगिंग हर बिग फैन है. हम केरला से ഇങ്ങനെ തെറിവിച്ചാണ് എനിക്ക് മനസ്സിലായിക്കണേ. ആ എന്താ പറഞ്ഞേ? ഇയാളൊന്ന് പറഞ്ഞേക്ക്. മസാല ചട്നി ആ ടൊമാറ്റോ അയ്യോ स्पून दे दो 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 हाँ गरम मसाला डालो अदरक डालना चूड़ा अदरक और लहसुन എന്നോടാ കളി. അവിടുത്തെ ഇത് നമ്മളെ പോത്തല്ല എരുമയാണ്. എല്ലാവരും നോക്കുക പോത്തായിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളെന്തൊക്കെ കളി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് റെസ്ലിംഗ് ഒക്കെ കാണിച്ചു തരാന്നാ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുകൊണ്ട് എന്തിനാന്നുള്ള അറിയില്ല. എന്തായാലും അമ്മൂൻ്റെ കൂടെ പോയി വെക്കാം. ഇവിടെ നമ്മളെ ആൾക്കാർ തന്നെ എന്തൊക്കെ വാങ്ങുന്നുണ്ട്. എടാ എന്തൊക്കെ ഇവിടെ കളി ഉണ്ടല്ലോ പോയി വെക്കാം. കളി ഉണ്ടല്ലോ. ആ हमारा दोस्त है सब हमारा दोस्त है. എടാ വരുന്നുണ്ടാ? എടങ്ങൾ വരുന്നുണ്ടാ? ആ കളി എന്താ ഉണ്ടായാലോ? എടങ്ങൾ വരുന്നുണ്ടാ? അവിടെ കളി എന്തൊക്കെ ഉണ്ടായാലോ? അവിടെ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. പോയി വെക്കുക. എന്താ അവസ്ഥ അറിയില്ല. എന്താ റെസ്ലിംഗ് ഒക്കെ ഉണ്ടായാലോ? ജാഫർ അത് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഗെയിംസ് എന്നാണ് അവൻ പറഞ്ഞത്. പോയി നോക്കാം. कौन खाओगे कौन खा लो. अरे बना ले भाई. आईडी दियो के जाइए. मेरे को मेरा अभी नेट नहीं चल रहा है यार. अरे वो എന്താ പറഞ്ഞു? बना लो आ दूं तुम्हारे ब्लॉग में आ दो. इधर आओ भाई एक साइड उठाओ. एक साइड उधर ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയതാണ്. ടെറസിൻ്റെ നല്ല ഇതാണ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ഇവിടുന്നൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതിൽ മുട്ട ഓംലേറ്റ് രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ് രസമുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും. പാനിപൂരി കൊള്ളത്തില്ല, തീരെ വൃത്തിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും രണ്ടാളും കൂടിയും പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ നാസിഫുണ്ട്, അബ്ദുള്ള ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ആഗ്രയിലെ നൈറ്റ് വ്യൂ. ഞങ്ങളെ ഇവിടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റൂം വരുന്നത്. അവിടെ കുറച്ച് പഞ്ചാബികൾ ക്രിക്കറ്റൊക്കെ കളിക്കണ്ടായിരുന്നു. കാണുന്നുണ്ടാവില്ല. ഇതാക്കണ്ട നടു റോട്ടുമേലൊക്കെയാണ് വണ്ടി എടുത്തിരിക്കുന്നുണ്ട്. ഇതും റോഡ് നടു റോട്ടുമേലൊക്കെയാണ് ഇവിടെ വണ്ടി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ. വൃത്തിയില്ല കേട്ടോ, ഒട്ടും വൃത്തിയില്ല. അപ്പോൾ കാശ് നമ്മൾ ഇന്നത്തെ ആഗ്രയിൽ നമ്മൾ വന്നതിന് ശേഷമുള്ള സ്ട്രീറ്റ് വ്യൂവും പിന്നെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ രാവിലെ നമ്മൾ എണീച്ച് 6 മണിക്ക് എണീച്ച് നമ്മൾ താജ്മഹൽ പോവും. അപ്പോൾ മുതലേ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത വ്ളോഗ്. അപ്പോൾ അതുവരെ ബൈ ബൈ. ആഗ്രയിലെ ഏതോ വലിയ ആളാണ്, ആരാന്ന് അറിയില്ല. എടാ അതാരാടാ ആ പ്രതിമാരാ ഏ മൂത്രയിക്കുന്നുണ്ട്. ഇടയിലേക്കാണ് ഒരു മൂത്രയിക്കണത്. അതും പബ്ലിക്കാണ് മൂത്രയിക്കാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല. ആഗ്രയിലെ റെയിൽവേ സ്റ്റേഷൻ. I love Agra.